ഹലോ മച്ചന്മാരെ, ഞങ്ങളിന്നൊരു ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനും അബിയും കൂടെ പോകുന്നത്. ഇത് അബി കൂടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ പോകുന്നു. കുറച്ച് ദൂരമുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 400 മീറ്റർ ദൂരത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വഴി കൂടെ നടന്ന് വേണം പോകാനായിട്ട്. നിറയെ കാട് പിടിച്ച് കിടക്കുവാണ് വഴിയെ. നല്ല മഴയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് ഇവിടെ വെള്ളക്കെട്ടൊക്കെയാണ്. ഈ മേളിൽ നിന്ന് പറമ്പിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ഈ വഴിയാട്ടോ വരുന്നത്. ഇതാണ് ലാസ്റ്റ് സ്ഥലം, അതായത് വണ്ടി വരുന്ന ലാസ്റ്റ് ഇടം ഇതാണ്. ഇത് കഴിഞ്ഞാൽ റബ്ബർ തോട്ടമാണ്. അതിൻ്റെ അപ്പുറ സൈഡിലേക്കുണ്ട്. അത് നമ്മൾ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട്. ആ വഴി കൂടെ വേണം നടന്ന് പോകാനായിട്ട്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടതും. അപ്പോൾ അബി സ്കൂൾ വിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അബിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. യൂണിഫോം പോലും മാറിയിട്ടില്ല. ആ യൂണിഫോം ഇട്ടാണ് പോകുന്നത്. എടാ, ചെളി തെറിപ്പിക്കാൻ പോകണ്ടോ? അബിക്ക് ഈ ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് അവൻ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒപ്പം ഉണ്ട്. അവനാണ് ശരിക്കും നമ്മളെ കൂടുതൽ സഹായിക്കുന്നത് കേട്ടോ. അപ്പം ഞാനും അവനുമാണ് മിക്ക സ്ഥലത്തും മീൻ പിടിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഇതുപോലെ കൂടുണ്ടാക്കി സെറ്റ് ചെയ്യുന്നതൊക്കെ അവനും ഞാനും കൂടെ കൂടിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ കൂടുണ്ടാക്കുന്ന വീഡിയോ എടുത്തതും അബി തന്നെയാണ്. ഇതുണ്ട്, നമ്മൾ ഈ റബ്ബർ തോട്ടം കഴിഞ്ഞു. ഇനി ഇവിടെ വീടുണ്ട്. അതുകൊണ്ടും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. തെന്നി തെറിച്ച് കിടക്കുവാണ്, നോക്കി പോണേ. കൂടുതൽ ആൾക്കാർ നടക്കാതെ ബൈക്കൊക്കെ പോകുന്ന വഴിയാണ്. അതുകൊണ്ട് കൂടുതൽ തെന്നി തെറിച്ച് കിടക്കണേ. അബി അങ്ങ് പോയി. എന്നടാ? അവിടെ എന്തോ സൗണ്ട് കേട്ടു, അതാണ് നോക്കിയേ. ഇതാ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ ആരും ഉണ്ടല്ലോ. ചേട്ടനുണ്ടോ അവിടെ? നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടുണ്ട് ചെറിയ, അവിടെയാണ് നമുക്ക് വെക്കാൻ പോണത്. നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പോട്ടെ അബി. ഞണ്ടിനെ പിടിക്കാൻ കൂടുണ്ടാക്കിയാണേ. നമ്മൾ ആ PVC പൈപ്പ് കൊണ്ട് പോകണ്ടേ. ആ ചേട്ടൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന ഒരു ചെറിയൊരു ചാലിറങ്ങി കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ്. ഇതിന് വാഴ വെക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ചെറിയ ചാലുണ്ടാക്കിയിട്ടുണ്ട്. ആ ചാലിക്കടെ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലാണ് നമ്മൾ കൂടിറക്കി വയ്ക്കാൻ പോണേ. നമുക്ക് ഈ ചെറിയ തോടും കടന്ന് വേണം അപ്പുറത്തേക്ക് ചെല്ലാനായിട്ട്. തൊട്ടിക്കടെ ഇറങ്ങിപ്പോയാലോ? ഇത് അബിയുടെ പാൻ്റെ മൊത്തം ചെളിയാവെന്ന് പറഞ്ഞാൽ അബി മടക്കി വെച്ചിട്ടിരിക്കുക. നമുക്ക് നേരെ അപ്പുറത്തേക്ക് കിടക്കാം. ഞാൻ കാണിച്ചു തരാം വെക്കാൻ പോണ ചാല്. ഇത് ഇവിടെ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ചാല്. ഇതിൽ ഒഴുക്കുണ്ട് കേട്ടോ. മേളിൽ നിന്നുള്ള വെള്ളം മേളിലെ കണ്ടത്തിലുള്ള വെള്ളം കൂടെ ഇതിൽ ഒഴുകി പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. ബാക്കിയുള്ള ചാലുകളിൽ ഒഴുക്കില്ല. നമുക്കിവിടെ വയ്ക്കാം. എടാ വല ഫ്രണ്ടിലേക്ക് വരുന്നത്, മേളിലേക്ക് വരുന്ന രീതിക്ക്. അങ്ങനെ നേരെ ഇറക്കി വെച്ചാൽ ഇറക്കുവാണ് വല. ഓക്കെ, വല ഇറക്കി നമ്മൾ ഒഴുകി. വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് മുങ്ങിക്കോളും. നീ ഇത് വലയൊന്ന് ഉടക്കി വെക്കണേ, ആ കവുങ്ങലെ. അപ്പോൾ ഇനി നാളെ രാവിലെ വന്ന് നോക്കാം. അത് തന്നെ താന്നു പോക്കോളും. നമ്മളത് രാവിലെ തന്നെ ഇറങ്ങുവാണ്. 6:30 ആയുള്ള സമയം. അപ്പോൾ എനിക്ക് കമ്പനിയിലും പോകണം, അബിക്ക് സ്കൂളിലും പോകേണ്ടതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരത്തെ പോയി എടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കൂട് ഇതാ അടി കിടപ്പുണ്ട്. നമ്മൾ പൊക്കുവാണ്. എന്തോ ഉണ്ടോ? ഒന്നുമില്ലേ? വെള്ളം പൊക്കിയിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. വള്ളി പൊട്ടിപ്പോവും. വെള്ളം പോട്ടെ കേട്ടോ. വെയിറ്റ് ഉണ്ടോടാ? വെള്ളത്തിൻ്റെ ആയിരിക്കും അല്ലേ? അനക്കൊണ്ട് മോനെ, സാധനം ഉണ്ടെന്ന് തോന്നും. വെള്ളം പോട്ടെ, മൊത്തം വെള്ളം പോട്ടെ. ദേടാ സാധനം ഉണ്ടോ? അതേ അടിയിൽ നോക്കി ഉണ്ടോ? ഇവിടെ ഞണ്ടിൻ്റെ കാല് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാ അതേ കാണും ആ പൊത്തിൽ. ഇപ്പം ഞണ്ടുണ്ട്. നമുക്ക് മേളിൽ നോക്കാം എന്തോരം ഉണ്ടെന്നേ. ഒരു ചെറുത് ഇവിടെ ഇരിപ്പുണ്ടേ. ഇതിൻ്റെ അടിയിലും ഞണ്ടുണ്ട് കേട്ടോ. ഇതേ വെറുതെ കിടക്കണം. നമുക്ക് വീട്ടിൽ പോയിട്ട് തുറന്ന് നോക്കാം. നമ്മൾ വീടെത്തി. അവിടെ വെക്കടാ. എൻ്റെ ബക്കറ്റ് എടുക്കണേ, തുറക്കാൻ എന്നിട്ട്. ഇതായിരിക്കുന്നു. ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നു 2-3 തിങ്ങിയിരിക്കുമല്ലോ. വല്ലതും ചത്തോ? ഇല്ല ചത്തിട്ടില്ല. അനക്കൊണ്ട് തണ്ട്. ഓക്കെ. ഈ ഒരു ചെറുത് അറ്റത്ത് വന്നിരിക്കുമായിരുന്നു അവൻ ആദ്യം ചാടി. അവൻ പിടിക്കാൻ ഭയങ്കര ആക്റ്റീവാണ് ചെറുതായതുകൊണ്ട് കേട്ടോ. ഇത് കമ്പെന്ന് പറഞ്ഞാൽ അബി എന്ന് തട്ടിക്കളഞ്ഞ കമ്പ് തട്ടിക്കള അല്ലെങ്കിൽ പൂലത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ചെറിയ ഞണ്ട് നമ്മൾ ബക്കറ്റിൽ വയ്ക്കുവാണ്. തീരെ ചെറുതാണത്. എന്താ അടുത്ത ചത്തോടാവൻ. അബി മീനെ പെറുക്കി ഇത് ചെയ്യുവാണേ. നമ്മൾ ഇന്നലെ നമ്മുടെ കിളി മീനിൻ്റെ തലയാണ് ഇട്ടായിരുന്നത്.
ചത്തോ? ഇല്ല, അതേ കാലനക്കുണ്ട്, ജീവനുണ്ട്. അത് ആ വലയിൽ നിന്ന് തിങ്ങിപ്പോയതിൻ്റെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല ഞണ്ടാണ്. ഇനി നമ്മൾ ഓരോന്നിനായിട്ട്, എടാ നീ ഇത് പെറുക്കി കഴിയുമെന്ന്, ഓരോന്നിനായിട്ട് പുറത്തെടുക്കാൻ പോവാം. അതെ, വന്ന വഴി മറന്ന് കിടക്കും. ഫ്രണ്ടിലെങ്ങാനും കൈ പെട്ട് കഴിഞ്ഞാൽ, ഇവനെ പിടിച്ചത്ര പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കടി കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. റിസ്ക് എടുക്കുന്നതിനല്ലേ, പതുക്കെ പിടിച്ചാൽ മതി. അത് മൂന്നാമത്തെ കാലൊക്കെ വിടുത്തിയിരിക്കണേ, മൊത്തം ചെളിയാ, തേച്ച് കഴിയുമ്പോൾ എനിക്ക് എടുക്കണം. അടുത്തിട്ടാ അതെന്തേ ചത്തുപോയി? ആ അയ്യോടാ, അത് വല കുടിക്ക് ചത്തുപോയി കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു, വലിയ കാലയ്ക്കാണ് ചത്തുപോയത്. തുരാന്നും പറഞ്ഞതേ വരുന്ന അടുത്തുകൾ. അവനെന്നാ ഈ ചെറുതുങ്ങൾക്ക് ഭയങ്കര ആക്റ്റീവാണ് ചെറുതുങ്ങൾ. അതിനൊരു കാലില്ല, ഒരു കാല് പോയതാണ്. അപ്പോൾ കുഴപ്പമില്ല, സൈഡിൽ നിന്ന് പിടിക്കാം. ബാബാ ആവശ്യനായല്ല. ഇന്നലെ ആദ്യം അങ്ങോട്ട് കയറിയ ഞണ്ടുകളാണ്, അതാണ് കൂട്ടിക്കിടന്ന് മലന്നൊക്കെ ഓടുന്നവൻ. അത്യാവശ്യം വലുപ്പമുണ്ട്. ഒരു ചെറിയ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിരുന്നു, നമ്മളിട്ട് ഓടിച്ചു കുറച്ചേ. ഇനി ഇതാ രണ്ടെണ്ണം, ഇവന്മാർ കൂടെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഒരെണ്ണം തീർന്നു, ഒരെണ്ണം കൂടെ ഉള്ളൂ. അത് നല്ല ആക്റ്റീവാണ്. ഇവൻ്റെ കാല് ശ്രദ്ധിച്ചോ, ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുതല്ല നിൽക്കുക. അവൻ ചത്തിട്ടില്ലടാ, അബി ദൈവം ചത്തിട്ടില്ല, അതേ പോണു. ഇപ്പം ചത്തെന്നും പറഞ്ഞെങ്ങാനും കയറി പിടിച്ചായിരുന്നെങ്കിൽ അടവായിരുന്നല്ലേ. ഇവൻ്റെ കാലുണ്ടോ? ഇതൊരെണ്ണം ചെറുത് ഒരെണ്ണം വലുതാണ്. ഇത് രണ്ടാമത് പോയിട്ട് വന്ന കാലാണ്. അങ്ങനെ നമ്മുടെ കൂട് കാലിയായി. ഇതും പോയി കൂടുതലൊന്നുമില്ല. ഇതാ ബക്കറ്റിലാണെങ്കിൽ 17 ഞണ്ട് കിട്ടി. അതെല്ലാം കൂടെ കിടക്കുന്നതാണ്. ഏകദേശം 2.5 കിലോ ഞണ്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.